ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മെയ്യാണ്. ഇന്നൊരു വീക്കെൻഡ് വ്ളോഗാണ് കേട്ടോ. വർക്കിംഗ് ആയിട്ടുള്ള ഒരു മദറാണ് ഞാനും ഹസ്ബൻഡും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നു. 2 കുട്ടികളും അവർക്കിപ്പോൾ ഇപ്പോൾ സ്കൂളൊക്കെ ഈ വീക്ക് തൊട്ട് തുടങ്ങും. അപ്പോൾ നമുക്ക് കുറച്ച് തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു സമയങ്ങളിൽ കുറച്ച് ശാന്തമായ വീക്കെൻഡ് എന്ന് തന്നെ പറയാം. ഞാൻ രാവിലെ എണീറ്റ് വന്നിട്ട് ആദ്യം തന്നെ നോക്കിയത് അപ്പത്തിന് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് പൊങ്ങിയോന്നാണ് കാണിച്ചത്. ടൈം എന്ന് പറഞ്ഞാൽ അത്ര മണിക്കൂർ വെച്ചു. ഞാൻ ഇൻസ്റ്റപ്പോട്ടിലാണ് അപ്പത്തിന് പൊങ്ങാൻ വെച്ചിരുന്നത്. നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു തവി ഡിഷ് വാഷറൊക്കെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. ഞാൻ എന്തായാലും ഇതൊന്നും ഇപ്പോൾ എം ടി ചെയ്യുന്നില്ല. നമുക്ക് രാവിലെ നടക്കാൻ പോകണം. അപ്പോൾ ഇത് മോൻ എം ടി ചെയ്തോളും. അപ്പം ഞാൻ നോക്കുമ്പോഴത്തേന് ഇതങ്ങനെ ഒന്ന് പൊങ്ങിയിട്ട് താന്നു. കുഴപ്പമില്ല. ഞാനത് ഇനി ഇൻസ്റ്റപ്പോട്ടിൽ നിന്ന് ഇറക്കിയിട്ട് പുറത്ത് വയ്ക്കും. ഞാൻ ഇൻസ്റ്റപ്പോട്ടിൽ യോഗട്ട് മോഡ് ഓൺ ചെയ്യുന്നത്. ചില ഇൻസ്റ്റപ്പോട്ടുകളിൽ ഫെർമെൻറ്റ് മോഡുണ്ട്. അത് ഓൺ ചെയ്താലും നല്ലതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇഡ്ഡലി മാവിനും നമ്മുടെ ഈ അപ്പത്തിനൊക്കെ നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ആ ഇൻസ്റ്റപ്പോട്ടിൽ തന്നെ അതെനിക്ക് 2 ഇതുപോലത്തെ ലൈനറുണ്ട്. ഈ ഒരു ഇതിൻ്റെ ഈ സിൽവർ പാത്രത്തിൻ്റെ. അപ്പോൾ ഇത് കുറച്ച് സോയി ബീൻസ് ഞാൻ നമ്മുടെ ബീൻസായിട്ട് തന്നെ ഉണ്ടല്ലോ പയർ, അത് ഞാൻ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു തലേദിവസം രാത്രി. അപ്പോൾ നന്നായിട്ടത് സോക്ക് ചെയ്ത് നല്ല സോഫ്റ്റായി വന്നു. അപ്പം ഞാൻ ഇപ്പം എൻ്റെ ഹസ്ബൻഡ് പോകാൻ വേണ്ടി റെഡി ആകുന്ന ആ സമയത്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഈ ഒരു 2 ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റും. അപ്പോൾ ഒരു ടേസ്റ്റാണ് കേട്ടോ. സോയയുടെ കറി വയ്ക്കുമ്പോൾ അപ്പത്തിന് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പം നമ്മളിന്ന് വിചാരിച്ചിരിക്കുന്ന മോർണിംഗിൽ നമ്മുടെ അപ്പം ഉണ്ടാക്കാം. പാലപ്പം എന്നാണോ പറയുക അതിന്? പാലപ്പം. പിന്നെ പലരും പലതല്ലേ പറയാം. ഞങ്ങളുടെ നാട്ടിലിത് പാലപ്പം എന്നാണ് പറഞ്ഞത്. പാലപ്പവും മുട്ട ഉണ്ടാവും, പഴം പുഴുങ്ങിയതും, പിന്നെ ഈ സോയി സ്റ്റൂ പോലെ വെക്കാമെന്നാണ്. അപ്പോൾ ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അരിഞ്ഞ് അപ്പം ഞാൻ ഇൻസ്റ്റപ്പോട്ടിൽ അത് നമ്മൾ വെച്ചിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ വരുമ്പോൾ ഇത് വെന്ത് റെഡി ആയിട്ടിരിക്കുന്നുണ്ടാവും. ഇതിൻ്റെ പ്രഷർ കുക്കറിൽ നമ്മൾ പിന്നെ ഓഫൊന്നും ചെയ്യേണ്ട. ആ ടൈം നമ്മൾ വെച്ചേക്കുന്ന ടൈം അനുസരിച്ച് അതങ്ങോട്ട് ഓഫായി പോയിക്കോളൂ കേട്ടോ. എനിക്ക് ഈ ഇടയ്ക്കും ചോദിച്ചു, ചേച്ചി ഇൻസ്റ്റപ്പോട്ട് ഗുണമുണ്ടോ? അപ്പോൾ ഇൻസ്റ്റപ്പോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ബ്രാൻഡാണ്. ആക്ച്വലി ഇതൊരു പ്രഷർ കുക്കിംഗ് സിസ്റ്റമാണ്. നിഞ്ചയ്ക്കുണ്ട്, ഇൻസ്റ്റപ്പോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിനുണ്ട്, പിന്നെ ടിഫാലിനൊക്കെ ഉണ്ട്. വേറെ ഞാൻ അങ്ങനെ ഇതിപ്പോൾ എനിക്ക് 2 ഉള്ളതുകൊണ്ട് ഞാൻ വേറെ ഒന്നും അങ്ങനെ നോക്കിയിട്ടില്ല. പക്ഷേ ഏത് തരത്തിലുള്ള പ്രഷർ കുക്കിംഗ് സിസ്റ്റം, ഇലക്ട്രിക് പ്രഷർ കുക്കിംഗ് ടൈമർ, അതായത് നമ്മളതിന് ടൈം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊരു റോബോട്ട് പോലെ ആക്ട് ചെയ്ത് അവിടെ ഇരുന്നോളും. അപ്പം നമുക്കിങ്ങനെ 2 പ്രാവശ്യം വിസിലടിച്ച് ഓഫ് ചെയ്യുക അങ്ങനത്തെ തലവേദനയൊന്നുമില്ല. നമുക്ക് രാത്രിയൊക്കെ വേണമെങ്കിലുണ്ടല്ലോ കിടക്കണതിന് മുമ്പ് രാവിലെ ഇത് 4 മണിക്ക് വർക്ക് ചെയ്യാന്നുള്ള പോലെ നമുക്ക് ഡിലേ സ്റ്റാർട്ടൊക്കെ ആക്കി വെക്കാം. അപ്പം ഞാൻ ചിലപ്പോൾ ഈ കടല പരിപ്പൊക്കെ വെക്കുമ്പോൾ അങ്ങനെ കടല അല്ലെങ്കിൽ അങ്ങനത്തെ രാജ്മ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാനത് ഒരു വൈകുന്നേരം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഇൻസ്റ്റപ്പോട്ടിനകത്ത് തന്നെ അങ്ങ് സോക്ക് ചെയ്യാനിടും. എന്നിട്ട് ഡിലേ സ്റ്റാർട്ട് അടിച്ച് വെക്കും 4 മണിക്കോ 5 മണിക്കോ ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ. അപ്പോൾ എന്താ നമ്മൾ ഒരു 6 മണിക്കൊക്കെ എണീറ്റ് വരുമ്പം അത് വെന്തിട്ടുണ്ടാവും എന്ന് മാത്രമല്ല പ്രഷറൊക്കെ പോയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ ഹ്യൂമൻ ആക്ഷൻ അതിൻ്റെ ഇടയ്ക്ക് ആവശ്യമില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. അപ്പം നിങ്ങൾ എന്താ പറയുക, ഇതിനിപ്പോൾ അത്രയ്ക്ക് അധികം വിലയൊന്നുമില്ല. $100 അതൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു പ്രഷർ കുക്കറിന് അറിയാമല്ലോ 35, 40, 50, 60, 100 ഒക്കെ തന്നെയാകും പലതരത്തിലുള്ള പ്രഷർ കുക്കറിന്. അപ്പം വർക്കിംഗ് മദേഴ്സൊക്കെയാണ്, ബിസി ഉള്ളവരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കിയോ കേട്ടോ. ഞാനത് അടുപ്പത്ത് വെച്ചു. എന്നിട്ട് ഞാനും റെഡിയായി. ഇതെല്ലാം കൂടെ ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ റെഡി ആയിട്ടാണ്. ഞാനും തോമസും എൻ്റെ ഹസ്ബൻഡാണ്, ഞങ്ങൾ 2 പേരും കൂടെ നടക്കാൻ പോയി. അപ്പോൾ എനിക്ക് വീട്ടിൽ എൻ്റെ മോൻ 2 പിള്ളേർ 2 പേരുണ്ട്. വലിയ ആൾ ചെറിയ ആളും നോക്കിക്കോളും. മാത്രമല്ല അവർ എണീറ്റ് വന്നിട്ട് തന്നെ ഇല്ല കേട്ടോ. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം നമ്മൾ നടക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം ഞങ്ങൾ ഈ ഒരു ഭാഗത്തെത്തി നമുക്ക് ഓടാനാണ് പോയത്. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ വീടൊക്കെ പോലെ ശ്വാസം മുട്ടും. ഇപ്പോഴാണേലും എനിക്ക് ശ്വാസം മുട്ടിയിട്ട് പോയി. പക്ഷേ ഒരു ചെറുതായിട്ടൊന്ന് നിന്ന് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ അങ്ങോട്ട് ആവാഹിച്ചെടുത്തിട്ട് ബാക്കി നടക്കാമെന്ന് വിചാരിച്ചു. 3/4 മണിക്കൂറോളം എടുത്തു കേട്ടോ. നമ്മൾ ഓടി വന്നപ്പം ഒരു 4 കിലോമീറ്റേഴ്സൊക്കെ ആയി കവർ ചെയ്തെന്ന് തോന്നുന്നു. എന്നിട്ട് നമ്മൾ വീട്ടിൽ വന്നു. ഈ അപ്പച്ചട്ടിയിലാണ് ഞാൻ അപ്പം വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ വെച്ചാൽ നമ്മുടെ സാധാരണ ഗ്ലാസിൻ്റെ തന്നെ സ്റ്റൗ ടോപ്പിലാണ് വെക്കുക. അതിന് വേറെ അറ്റാച്ച്മെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ നിന്ന് മേടിക്കില്ല, നമ്മുടെ ഗ്യാസിൻ്റെ മേളിൽ വെക്കുന്ന തന്നെ. ഇത് മറ്റേ നമ്മുടെ നോൺ സ്റ്റിക്ക് ആ തവയുള്ളത് നാട്ടിൽ നിന്ന് ഞാൻ പ്രസ്റ്റീജിൻ്റെ മറ്റോ കൊണ്ടുവന്നാണ്. നമ്മളിപ്പോൾ ആരെങ്കിലും വരുമ്പം എക്സ്ട്രാ കൊണ്ടുവരാൻ പറയും. ഇതിപ്പോൾ കുറേ വർഷമായി കേട്ടോ. നമ്മൾ പിന്നെ അധികം അപ്പം ഉണ്ടാക്കലില്ല. മറ്റ് ഗ്യാസിൻ്റെ ഒക്കെ അടുപ്പാണെങ്കിൽ ഇത് മീൻ വറക്കാനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു സൈസുള്ള പാത്രത്തിൽ
എന്തായാലും ചില അപ്പച്ചട്ടികളുണ്ടല്ലോ, നമുക്ക് പാത്രം നമ്മുടെ കൂട്ടത്തിൽ വാഴുക എന്ന് പറയില്ല, അങ്ങനത്തെ ഒരു പാത്രമാണ് ഇത്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ശേഷം ഒരെണ്ണം മേടിച്ചു. ഇത് രണ്ടാമത്തെ, അതായത് നമ്മൾ കല്യാണം കഴിയുന്നതാണ് നമ്മുടെ ടൈം ലൈൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കുക്കിങ്ങിൻ്റെ. അപ്പോൾ ഈ ഒരു 10-16 വർഷത്തിനിടയ്ക്ക് 2 അപ്പച്ചട്ടികളിൽ ഇത് രണ്ടാമത്തതാണ്. ഇതൊരു 6-8 വർഷമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ. എന്താ പറയുക, നല്ല ചിലത് പക്ഷേ വാഴില്ല, നമുക്ക് പെട്ടെന്ന് നാശമായി പോവുകയും ചെയ്യും. ഞാൻ ഇതിനൊപ്പം തന്നെ വേറൊരു കണ്ണോടി ഉണ്ടായിരുന്നു, പക്ഷേ അത് നാശമായിപ്പോയി. അപ്പോൾ ഞാൻ പറയാൻ കാര്യം, ചേച്ചി അപ്പച്ചട്ടി എങ്ങനെ ഗ്ലാസ് ടോപ്പിൽ വെക്കാമെന്ന് വെച്ചാൽ ഞാനത് നേരെ ഇങ്ങനെ തന്നെ വെക്കുന്നുണ്ട്, മൂടി വെച്ച് അതിൻ്റെ ചെറിയ അടുപ്പിൽ വെക്കും. അപ്പോൾ നല്ല പാകമായിട്ട് വരും കേട്ടോ. ഞാൻ അപ്പത്തിന് അരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പച്ചരി ഇട്ടിട്ടുണ്ട്, ഒരു പിടി ഇഡ്ഡലി അരി ഇട്ടിട്ടുണ്ട്, കുറച്ച് അവൽ നനച്ചതും കൂടി ഇട്ടിട്ടാണ് അരച്ചത്. അതിനകത്ത് ഒരു നുള്ള് നമ്മുടെ ഈസ്റ്റും, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും, നല്ല പോലെ ഒരു പിടി തേങ്ങയും. സാധാരണ എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും ഉണ്ടാക്കുന്നതിരിക്കുന്നു. ചോറൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അരിയും അവലും പിന്നെ തേങ്ങയും ഇച്ചിരി ഈസ്റ്റും ഇത്തിരി പഞ്ചസാരയും, അളവില്ല, എല്ലാം ഇങ്ങനെ വെറുതെ അങ്ങ് ഇടുമായിരുന്നു. ഇതാ ഞാൻ ഓരോ അപ്പം വയ്ക്കുന്ന സമയത്ത് ഞാൻ കുക്കർ തുറന്ന് നോക്കി, നമ്മുടെ സാധനമൊക്കെ സോയാബീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതിനൊപ്പം തന്നെ ഞാൻ വേറൊരു പാത്രത്തിൽ കുറച്ച് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇഞ്ചി വെളുത്തുള്ളിയും പിന്നെന്താ പറയുക സവോള, ഇത് നമ്മുടെ പച്ചമുളക്, ഓർഗാനിക് പച്ചമുളകാണ്, നമ്മുടെ പറമ്പിൽ ഉണ്ടായതാണ് കേട്ടോ, അതും ഒക്കെ ഇട്ടിട്ട് ഞാനത് വഴറ്റുന്നുണ്ട്. ഇത് സ്റ്റൂ പോലെയാണെന്ന് വെച്ചാൽ ഒരു മസാലക്കറി പോലെയാണ് കേട്ടോ ഞാൻ വയ്ക്കുക. കുറച്ച് എല്ലാ പൊടികളും ഇടും, എന്നിട്ട് ഞാൻ തേങ്ങാപ്പാൽ ഒഴിക്കാമെന്നാണ് വിചാരിക്കുന്നത്. വളരെ കോമൺ ആയിട്ട് ഉണ്ടാക്കാറില്ല, വല്ലപ്പോഴും ഒരു 2-3 മാസം കൂടുമ്പോൾ ഉണ്ടാക്കും. കടലക്കറിയുടെ ടേസ്റ്റാണ് കേട്ടോ ഇവർക്ക് ഇതിനേക്കാളും ഇഷ്ടം. മറ്റേ വെള്ളക്കടലയാണേലും ചുമന്ന കടലയാണേലും ഇവർക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ പ്രോട്ടീൻ ഭയങ്കരമാണ്, കഴിച്ചോളൂ എന്നൊക്കെ പറഞ്ഞ് ഒരു വെറൈറ്റി വേണമല്ലോ. എന്തെങ്കിലും തരത്തിലുള്ള പയറുവർഗ്ഗങ്ങൾ 2-3 തവണയൊക്കെ ആഴ്ചയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കും. എന്നിട്ട് ഞാൻ ആ ഒരു കുറച്ചും കൂടി തന്നെ എല്ലാം കൂടെ മസാലയൊക്കെ കിടന്ന് വേവട്ടെ എന്ന് വിചാരിച്ചിട്ട് മസാലയ്ക്കായിട്ട് ഞാൻ ഇട്ടത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ഈ 4 സാധനങ്ങൾ തന്നെയാണ് ഇട്ടിരുന്നത്. കറിവേപ്പില ഉണ്ടെങ്കിൽ നല്ലതായിരുന്നു, പക്ഷെ നമുക്ക് കറിവേപ്പില തീർന്നു പോയി. കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് എന്തായാലും പോയി മേടിക്കണം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം പോയ കടയിൽ ഉണ്ടായിരുന്നില്ല, പിന്നെ വേറൊരു കടയിൽ പോകാനായിട്ട് മടി കാരണം പോയില്ല. ഇനിയിപ്പോൾ ഞാനിത് കുറച്ച് ആ വെള്ളം ഒന്ന് പറ്റണ വരെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. വെള്ളം ഓൾമോസ്റ്റ് പറ്റി, അത് ഈ ഒരു കഷ്ണങ്ങൾ അതിൻ്റെയൊക്കെ പാകം സൈസായപ്പോൾ ഞാൻ കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു. ഈ മാഗിയുടെ ആ ഒരു പൊടി തേങ്ങാപ്പാലാണ് കേട്ടോ ഉപയോഗിക്കുക. ചിലപ്പോൾ ഒക്കെ എന്തെങ്കിലും തേങ്ങ അരച്ചൊക്കെ എടുക്കും, പക്ഷേ അതൊക്കെ നമുക്ക് സമയവും പിന്നെ ഒരു മെനക്കേടൊക്കെ ആയതുകൊണ്ട് പൊടി കലക്കിയിട്ടുള്ള തേങ്ങാപ്പാൽ ആണ് ഒഴിച്ചത്. ഇനിയിപ്പോൾ തീ ഓഫ് ചെയ്തു, സംഭവം റെഡിയായി. അപ്പോൾ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അത് ഞാൻ പറഞ്ഞല്ലോ, പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു, മുട്ട എനിക്ക് പുഴുങ്ങിയിട്ടുണ്ടായിരുന്നു, പിന്നെ അപ്പവും ഈ ഒരു കറി. ഇനി ഞാൻ ബാക്കിയുള്ള കറികളൊക്കെ എടുത്ത് വെക്കാനുള്ളത് മാറ്റി വെച്ചു. അപ്പം ഞാനിതൊരു 2 ബാച്ച് എന്ന് പറയാം, 2 പ്രാവശ്യത്തേക്കുള്ള പോലെയാണ് ഉണ്ടാക്കുക. അപ്പോൾ ഞാൻ പകുതി എടുത്തിട്ട് ഫ്രീസറിൽ വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് നമുക്ക് ആവശ്യം വരുമ്പോഴത്തേന് നമ്മുടെ മൈക്രോവേവിൽ ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. അല്ല, തേങ്ങാപ്പാൽ ഒഴിച്ചല്ലോ, ഇതെല്ലാം കൂടെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കേടാവും. അപ്പം നമുക്ക് ഇന്നിപ്പോൾ ലോങ് വീക്കെൻഡ് എന്ന് പറയട്ടെ ഈ ആഴ്ച. അപ്പം അടുത്ത വർക്കിംഗ് വീക്ക് നമുക്ക് ഷോർട്ട് വീക്കായിരിക്കും. ട്യൂസ്ഡേ തൊട്ടേ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ ട്യൂസ്ഡേ സ്കൂൾ തുറക്കുമല്ലോ എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേന് പകുതി പിള്ളേർക്ക് ട്യൂസ്ഡേയും പകുതി പിള്ളേർക്ക് വെനസ്ഡേയാണ്. സ്റ്റാഗേർഡ് എൻട്രി ആണ്. അതുപോലെ തന്നെ 9ാം ക്ലാസ്സുകാർക്ക് ചൊവ്വാഴ്ച, 10ാം ക്ലാസ്സുകാർക്ക് ബുധനാഴ്ച, അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ പ്ലാനിങ്ങിൽ ഇത്തിരി എനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടായിരുന്നു, കാരണം കഴിഞ്ഞ വർഷം ഇങ്ങനെ തന്നെ ആയതുകൊണ്ട്. പക്ഷേ എന്താ പറയുക, നമ്മൾ അപ്പോൾ അതനുസരിച്ച് ഒരു 3 ദിവസം സ്കൂളിൽ പോയാൽ മതി. ഇതിനിപ്പോൾ ഞാൻ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ചോറ് വെച്ച ചോറ് ഞാൻ അടുപ്പത്ത് ഓൾറെഡി ഇരിക്കുന്നുണ്ട്. കറി വെച്ച പാത്രങ്ങളും എല്ലാം ഒന്ന് കഴുകി വെക്കാം. ചോറ് വാർത്ത് വെക്കണം, അങ്ങനെ അതിനുള്ള പാത്രങ്ങളൊക്കെ എടുത്തു വെച്ചു. എന്നിട്ട് ആ ഒരു സിങ്കെല്ലാം ഒന്ന് കഴുകി, നമുക്ക് ഓൾറെഡി കറികളെല്ലാം ഇരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ ബ്രോക്കോളിയുടെ തോരൻ ഞാൻ ഇന്നലെ വൈകിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, ചിക്കൻ കറി വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ നമ്മൾ കുറച്ച് ബീഫ് ഉലർത്തിയത്, അങ്ങനെ പല സാധനങ്ങളും ഫ്രിഡ്ജിലിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഇന്ന് പുതുതായിട്ട് കറികൾ വെക്കില്ല. അപ്പോൾ ഇന്നലെ വൈകിട്ട് വെച്ച കറികളാണ്, അത് ഇന്നിപ്പോൾ കറി വെച്ചാൽ പിന്നെ അതങ്ങ് ഇതാവില്ല, ഇങ്ങനെ ഓവർലോഡായിപ്പോൾ. അപ്പോൾ അത് തീരട്ടെ. ഇന്ന് ഉച്ചയ്ക്ക് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്, ഇന്നലെ വെച്ച കറികൾ തന്നെയായിരിക്കും ഇന്നും കഴിക്കാനുള്ളതെന്ന്.
കാരണം നമുക്കിന്നിപ്പം വേറെ കുറച്ച് ചെറിയ ചെറിയ വീട്ടിലെ പണികളും പുറത്തെ പണികളും കാര്യങ്ങളൊക്കെ ചെയ്യണമല്ലോ. ഇപ്പോൾ ലേബർ ഡേ വീക്കെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് സ്കൂളും തിരക്കായി നമുക്ക് പിന്നെ പെട്ടെന്ന് ഇനി തണുപ്പ് സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേനും നമ്മുടെ ഒത്തിരി എപ്പോഴും വിൻ്ററൈസ് ചെയ്യണം നമ്മുടെ വീട്. വിൻ്ററൈസ് എന്ന് പറഞ്ഞാൽ പൈപ്പുകളൊക്കെ മാറ്റി വെക്കണം. അതായിട്ടില്ല സമയം, എന്നാലും എല്ലാം അങ്ങനെ നമ്മൾ തലേ ദിവസത്തേക്ക് വെക്കാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാമല്ലോ. പിന്നെ നമ്മുടെ ചെടികളും എന്താ പറയുക കുറച്ച് കൃഷി അങ്ങനെ സാധനങ്ങളൊക്കെ നോക്കണം. പിന്നെ ബാക്ക് ടു സ്കൂളിൻ്റെ സപ്ലൈ ഒക്കെ മേടിച്ചു, പക്ഷേ അതൊക്കെ ഒന്ന് ലേബൽ ചെയ്യണം. അങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഡെയിലി ക്ലീനിങ് എന്തായാലും ചെയ്യണം. ഞാൻ വീക്കെൻഡിൽ നമുക്ക് വെക്കേഷൻ ആയിരുന്നപ്പോൾ വീക്കെൻഡ് ക്ലീനിങ് കുറവായിരുന്നു, പക്ഷേ ഇനിയിപ്പം ജോലി തുടങ്ങുമ്പോൾ വീക്കെൻഡിൽ ഇത്രയും കൂടെ ക്ലീനിങ് ഒക്കെ കൂടും. അപ്പോൾ ഞാനൊന്ന് അടിച്ചു വാരി തുടച്ചു. അപ്പോൾ ദാ ഇവർ പുറത്തിരിക്കുന്നുണ്ട്. തോമസ് ഫോൺ ചെയ്യണ്ട, ആരോടോ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സൂര്യകാന്തികൾ വലിയ ചെടികളായിട്ട് ഇങ്ങനെ നിൽക്കേണ്ടത്. ഇപ്പം ഈ ഒരാഴ്ച ഇവർ പൂത്ത് കായ്ച്ചൊക്കെ വന്നില്ലെങ്കിൽ ഇവർക്ക് സൂര്യകാന്തികൾക്ക് സൂര്യനെ കാണാൻ പറ്റുമെന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. എന്താണെന്നറിയില്ല, എനിക്ക് നമ്മൾ വെച്ചപ്പോൾ കുറച്ച് വൈകുന്നത്. നമ്മൾ ഒരു ചോട് കൃഷി വെച്ചിട്ടാണ് സൂര്യകാന്തി വെച്ചത്. പിന്നെ നമ്മുടെ റോമ ടൊമാറ്റോ ആണ് ഇതിങ്ങനെ തിങ്ങിക്കൊഴിച്ച് വെച്ചേക്കണത് കൊണ്ട് എന്താ പറയുക ട്വിൻ സിൻഡ്രോം എന്നൊക്കെ പറയില്ലേ, ഒരാളുടെ ന്യൂട്രീഷൻ അടുത്ത ആളെടുത്തു എന്ന് പറഞ്ഞ പോലെ ആയിപ്പോയി. മറ്റേ ഈ വലിയ ആപ്പിൾ പോലത്തെ തക്കാളി നന്നായിട്ട് വന്നിട്ടുണ്ട്, മറ്റേത് നല്ലതായിട്ട് വന്നിട്ടുണ്ട്, നല്ല ടേസ്റ്റുമാണ് അതിൻ്റെ ചമ്മന്തിയൊക്കെ അരച്ചപ്പോൾ. പക്ഷേ ഷേപ്പിൽ ഇങ്ങനെ കുറച്ച് കുഞ്ഞന്മാരായിട്ട് നിൽക്കുന്ന പോലെ തോന്നി. അപ്പം ഞാൻ കുറേയൊക്കെ പറിച്ച് കൊണ്ട് മേളിലുകൊണ്ട് വെച്ചു. പിന്നെ നമുക്കിങ്ങനെ പോലെ പച്ചമുളക്, ഞാൻ ഏത് ടൈപ്പ് മുളകാണ് എന്ന് നമ്മളെ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർ 3-4 കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ വർഷം കുറച്ച് വിളവ് കുറവാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്. നമ്മുടെ അപ്പുറത്തെ ആൾ, ഞങ്ങളുടെ ഇപ്പുറത്തെ ആൾക്കാർക്ക് ഒത്ര പോലും കിട്ടിയില്ല കേട്ടോ എന്ന് പറഞ്ഞത്. കുറച്ചിങ്ങനെ കരിഞ്ഞു പോയി എന്നൊക്കെ പറഞ്ഞു, നാശമായി പോയിന്ന്. കുറച്ച് പച്ചമുളക് എനിക്ക് ഇപ്രാവശ്യം കിട്ടി. ഇപ്പം ഞാനിങ്ങനെ മൂക്കുമ്പോൾ പറിച്ചു വെക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഒരു നല്ല ഒരു എമൗണ്ട് പച്ചക്കറി കിട്ടി. പക്ഷെ തക്കാളി ആയിരുന്നു കണ്ടമാനുണ്ടായി. അപ്പോൾ അടുത്ത വർഷം നമ്മൾ ഇത്രയും തക്കാളി വെക്കേണ്ടെന്ന് വിചാരിച്ചു. കാരണം ഇത് എല്ലാവർക്കും ഉണ്ടാകുമല്ലോ ഇഷ്ടം പോലെ, അപ്പോൾ ആർക്കും അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല. പക്ഷേ ഫ്രീസറിൽ വെക്കാമല്ലോ. ഞാൻ മുന്നേ ഒരു വീഡിയോ പറഞ്ഞ പോലെ നമ്മൾ നന്നായിട്ട് കഴുകി ഉണക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് എപ്പോൾ വേണേലും സാമ്പാറിലോ എന്ത് കഷ്ണത്തിൽ വേണേലും ഇടാം. ഞാനത് മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇപ്പോൾ ഈ സൂര്യകാന്തിക്ക് ഇടയ്ക്ക് 1-2 മുളകുകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ തോമസ് ഇതെല്ലാം നനച്ചോളാമെന്ന് പറഞ്ഞു. ചിലപ്പോൾ എനിക്കൊരു ആവേശം വന്നു കഴിഞ്ഞാൽ ഞാൻ ഭയങ്കര നനയും പരിപാടികളൊക്കെയാണ്. പക്ഷേ ഇപ്പം എന്താ പറയുക, തല മുഴുവനും എന്താ പറയുക കുറച്ച് മറ്റു കാര്യങ്ങളായതുകൊണ്ട് ഈ ചെടികളുടെ ഇടയ്ക്ക് വന്നിട്ട് പറിക്കുക. പിന്നെ ചിലപ്പോൾ ഇവന്മാരെ 2 പറഞ്ഞു വിടും. അപ്പോൾ ചേട്ടനും അനിയനും പോയിട്ട് ഒരാൾ പാത്രം പിടിക്കും, ഒരാൾ തക്കാളി പറിക്കാൻ തന്നെയുള്ളൂ. അപ്പോൾ അവരവിടെ പുറത്തൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാനായിട്ട് പോകണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇറങ്ങിയേക്കാണ്. അപ്പോൾ തന്നെ ഞാൻ വിചാരിച്ചൊന്ന് കറിവേപ്പില മേടിക്കാം. 2-3 സാധനങ്ങളുണ്ട്. നമ്മുടെ മീൽ പ്ലാൻ ഈ ആഴ്ചത്തെ അനുസരിച്ചുള്ള സാധനങ്ങളെല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് വേണ്ട 1-2 സാധനങ്ങൾ, അത് തൈര് മേടിക്കണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം. അപ്പോൾ എല്ലാം കൂടെ മേടിച്ചിട്ട് വരാം. എന്നിട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഞാൻ വന്നിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാം. കാരണം ഓൾറെഡി ചോറ് ഞാൻ വെച്ചു, കറികളെല്ലാം അങ്ങനെ തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ ഇന്ന് വൈകിട്ട് പിന്നെയും കറി വെക്കും കേട്ടോ. മിക്കവാറും വൈകിട്ടാണ് കറിവെപ്പ് എന്ന് പറഞ്ഞ പരിപാടി. എനിക്ക് ഈ കഴിഞ്ഞ ദിവസം കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചത്, ചേച്ചി വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ച് പറയാമോ, എങ്ങനെയാണ് ടൈം എല്ലാം മാനേജ് ചെയ്ത് പോകുന്നതെന്ന്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ഇങ്ങനെ ഒരു ബാലൻസ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇത്ര മറ്റൊരു സ്ഥലത്ത് ഇത്ര, അങ്ങനെ നമുക്കൊരു കൃത്യത വേണമെന്നല്ലേ. അങ്ങനെ മിക്കവാറും ഉണ്ടാവില്ല, നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമ്മളുടെ ഫാമിലിയിൽ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ വർക്കിൽ എന്താ സംഭവിക്കുന്നത്.
പക്ഷെ എനിക്ക് കുറച്ച് ജനറലിസ്റ്റിക് ആയിട്ട് നമ്മുടെ ആ ഒരു ടൈമിനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ, ടൈം മാനേജ്മെന്റിനേക്കാളും കൂടുതൽ ടൈം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ചില കാര്യങ്ങൾ വെച്ചാൽ ലീസ്റ്റ് ഡിസിഷൻ മേക്കിംഗ്, അതായത് നമ്മൾ ഡേ ടു ഡേ ഡിസിഷൻ മേക്കിംഗ് ഉണ്ടല്ലോ, ചെറിയ കാര്യങ്ങൾക്കായിരിക്കും പക്ഷെ കുറേയധികം സമയം നമ്മൾ ചില സമയത്ത് ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട്. കുട്ടി എക്സാമ്പിളുകൾ പറയാം. അപ്പോഴായിരിക്കും നമ്മൾ ഇരിക്കുന്നത് ഇതൊക്കെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. പക്ഷെ നമ്മളിങ്ങനെ അനലിറ്റിക്കലി തിങ്ക് ചെയ്ത് നോക്കിയാൽ നമ്മൾ എന്തിടണം എന്ന് ഇപ്പൊ ഒരു കല്യാണത്തിന് ഒരു സ്ഥലത്തും പോകാത്ത ആളാന്ന് വെച്ചാൽ ഞാൻ, എനിക്കൊരു കല്യാണം വന്നു, അപ്പൊ അതിന് എന്തിടണം, നമ്മൾ ഒരു കുറച്ച് സമയമെങ്കിലും ഉറപ്പായിട്ടും സ്പെൻഡ് ചെയ്യണം. ഏത് കളർ എടുക്കണം, സാരി ഉടുക്കണോ, ചുരിദാർ ഇടണോ, ഗൗൺ ഇടണോ, എങ്ങനെയാ ഹെയർ സ്റ്റൈൽ ഇടണോ, കുറെ കാര്യങ്ങൾ ചിന്തിക്കുമല്ലോ. അതുപോലെ തന്നെ ആയിരിക്കും മോസ്റ്റ്ലി വർക്കിംഗ് മദേഴ്സ് നമ്മൾ എന്ത് ധരിക്കണം എന്നുള്ളത്. ഒത്തിരി നമുക്ക് ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം അത് അങ്ങ് കാണുമ്പോൾ എന്തെങ്കിലും ഇടാന്ന്. പക്ഷെ ഒത്തിരി അധികം ആൾക്കാർ വൗച്ച് ചെയ്യുന്ന ഒരു കാര്യം എന്നറിയോ, നമ്മൾ ഒരു സാധനം എടുത്തു ഇട്ട് നോക്കി, നമുക്ക് പിടിച്ചില്ല, നമുക്ക് അപ്പം മുടി കെട്ടിയത് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അത് അയച്ച് വേറെ കെട്ടി, അപ്പൊ പിന്നെ ആ ഉടുപ്പ് അങ്ങനെ ഡിസിഷൻ മേക്കിങ്ങിൽ ഉള്ള ഒരു ഇതാണ്. ഞാൻ എന്താ ചെയ്യുന്ന വെച്ചാല്, ഒരു വീക്കിന്റെ ബിഗിനിങ്, അത് സാറ്റർഡേയോ സൺഡേയോ, അതിന് പ്രത്യേക സാറ്റർഡേ സൺഡേയിൽ ഇതിലേതൊരു ഒരു ദിവസം ഒരു 5 ഡേയ്സിലേക്കുള്ള ഔട്ട്ഫിറ്റ്സ് ഇൻക്ലൂഡിങ് അണ്ടർ ഗാർമെന്റ്സ്. കാരണം ചിലപ്പോൾ നമ്മളൊരു വൈറ്റ് ബ്ലൗസ് ഇടുന്നത് വെച്ചോ, അതിന് നമ്മളിൽ ചില അണ്ടർ ഗാർമെന്റ്സ് അതിന് പാകത്തിനുള്ള, അല്ലെങ്കിൽ നമുക്ക് ഇട്ട് കഴിയുമ്പോഴേക്കും ഒരു വൃത്തികേട് തോന്നുന്നത്. അതുപോലെ അപ്പം അങ്ങനെ എല്ലാ പീസും, ഔട്ട്ഫിറ്റിന്റെ എല്ലാ പീസും എടുത്തു വെക്കാം. എടുത്തു വെച്ചെന്ന് വെച്ചാൽ എടുത്തു തേച്ച് മടക്കി വെച്ചില്ലേലും അറ്റ്ലീസ്റ്റ് ആ ഒരു ഐഡിയ ഉണ്ടാവുക. തേച്ച് അയൺ ചെയ്ത് ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് അയൺ ചെയ്ത് വെക്കാം. അപ്പൊ നമുക്ക് എന്താ പറയുക, ആ ഡേയിൽ ഇപ്പൊ ഒരു വെനസ്ഡേ ഭയങ്കര ബിസി ഉള്ള ദിവസമാണ്, നമ്മുടെ കൊച്ചുങ്ങള് ഉദ്ദേശിച്ച പോലെ സമയത്ത് എണീറ്റില്ല, സമയത്ത് ഭക്ഷണം കഴിച്ചില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന സമയം നമുക്ക് മോർണിംഗിൽ കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ഡിസിഷൻ മേക്ക് ചെയ്തു. പിന്നെ അടുത്ത കാര്യം എന്ന് വെച്ചാൽ വൺസ് ഒരു ഡിസിഷൻ മേക്ക് ചെയ്ത ഇങ്ങനത്തെ കുഞ്ഞു കാര്യങ്ങൾക്ക്, വലിയ വലിയ കാര്യങ്ങളുടെ കാര്യമല്ല കേട്ടോ ഞാൻ പറയണത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വൺസ് നമ്മളൊരു ഡിസിഷൻ മേക്ക് ചെയ്ത അത് പിന്നെ നമ്മൾ മാറ്റാതിരിക്കാൻ വേണ്ടി നോക്കാം. അപ്പൊ ഈ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്ന കാര്യങ്ങൾ നമുക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ബാധകം. കുട്ടികൾ വലുതായി, ഇപ്പൊ എനിക്ക് ഒരു എന്താ സീനിയർ ഹൈസ്കൂളിലുള്ള ആളും എലമെന്ററി സ്കൂളിലുള്ള ആളും ഉള്ളതുകൊണ്ട് അറിയാം, എലമെന്ററി സ്കൂളുകാർക്ക് കുറച്ചും കൂടെ നമ്മളൊന്ന് ഫെസിലിറ്റേറ്റ് ചെയ്ത് വെക്കണം. ഒരു 5-8 ദിവസത്തേക്കുള്ള ഡ്രസ്സുകൾ എന്തായിരിക്കും, ഇവിടെ കളർ ഡ്രസ്സാണ്, യൂണിഫോം അല്ല. അതുകൊണ്ട് നമുക്ക് കുറച്ചൊരു വെറൈറ്റി മേക്ക് ഷുവർ ചെയ്യാൻ വേണ്ടിയിട്ട് അതൊക്കെ റെഡിയാക്കി വെക്കുക. ഈ സോക്സ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് പിള്ളേർക്ക്, കാരണം നമ്മൾ അതായിരിക്കും ലാസ്റ്റ് നിമിഷം സോക്സ്, ചെരുപ്പ്, ബാഗ്, വാട്ടർ ബോട്ടിൽ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എവിടെ വെക്കണം എന്ന് വൺസ് ഒരു ഡിസിഷൻ നമ്മുടെ ഫാമിലിയിൽ ഉണ്ടാക്കി പിന്നെ ആ ഡിസിഷൻ മാറ്റാതിരിക്കാം. അപ്പൊ നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ആ ഒരു ഫറ്റീഗ് വരാതിരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്ത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാല്, വേറൊരു കാര്യം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യം എന്തുണ്ടാക്കും. ഇപ്പൊ ശരിക്കും ഏറ്റവും അടിസ്ഥാനപരമായ കാര്യങ്ങളിൽ വൺസ് ഡിസൈഡ് ചെയ്ത് വെക്കുന്നതാണ് നല്ലത്. അപ്പൊ അടിസ്ഥാന വസ്ത്രം, ഭക്ഷണം, പാർപ്പിടം എന്നൊക്കെ പറഞ്ഞ പോലെ നമ്മൾ ഓൾറെഡി വസ്ത്രത്തിന്റെ കാര്യം തീരുമാനിച്ചു, ഭക്ഷണം, മീൽ പ്ലാനിങ്. അപ്പം ഇത് എന്താ, ഞാൻ ആഴ്ചയിൽ ഒരു വീഡിയോ ആണെങ്കിലും മീൽ പ്ലാനിങ്ങിന്റെ കാര്യം പറയും. അപ്പൊ നമുക്ക് പല തരത്തിൽ ചെയ്യാം കേട്ടോ. ഇൻഗ്രീഡിയന്റ് പ്ലാനിങ് ചെയ്യാം, മീൽ പ്ലാനിങ് ചെയ്യാം. അതായത് ഇപ്പൊ ഇൻഗ്രീഡിയന്റ് പ്ലാനിങ് എന്ന് പറഞ്ഞാല് നമ്മള് കുറച്ച് പച്ചക്കറികൾ മേടിച്ചു, അപ്പൊ നമ്മൾ ആ പച്ചക്കറി വെച്ച്, ആ പച്ചക്കറി തോരനുള്ള ഇൻഗ്രീഡിയന്റ് ആയിരിക്കുന്നു, അത് നമുക്ക് തോരനുള്ള ഇൻഗ്രീഡിയന്റ്, സാമ്പാറിനുള്ളത്, അവിയലുള്ളത്, അങ്ങനെ ഒരു 4-5 ഐറ്റംസ് മേടിച്ചിട്ട് അത് ഇന്ന സാധനങ്ങളുടെ ഇൻഗ്രീഡിയന്റ് ആണെന്നുള്ള രീതിയിൽ കഴുകി വൃത്തിയാക്കി വെക്കുന്നവരുണ്ട്, കട്ട് ചെയ്ത് വെക്കുന്നവരുണ്ട്, കട്ട് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നവരുണ്ട്, കുക്ക് ചെയ്ത് ഫ്രീസറിൽ വെക്കുന്നവരുണ്ട്. അത് നമ്മുടെ ടൈമിന്റെ എങ്ങനെയാണ് ജോലി കാര്യങ്ങളെന്നൊക്കെ നോക്കി തീരുമാനിച്ചു വെക്കുക. ഞാന് 100% ചെയ്യുന്ന കുറച്ച് കാര്യം വെച്ചാൽ മീൽ, ഈ ഒരാഴ്ചത്തേക്കുള്ള മീൽസ് എന്തൊക്കെയാണെന്നുള്ള പ്ലാൻ എനിക്കുണ്ടാവും. അപ്പൊ ഞാനിപ്പം സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞാല്, നാളെ ഇഡ്ഡലിയും ചമ്മന്തിയുമാണ് ഇഡ്ഡലിയും സാമ്പാറും ആണെങ്കിൽ ഞാനപ്പം ഇന്ന് ചിലപ്പം വൈകിട്ടും എനിക്ക് സാമ്പാറായിരിക്കും. അപ്പൊ നാളെ രാവിലെ സാമ്പാർ, അപ്പൊ രാവിലെ എണീറ്റാ പണി ചെയ്യേണ്ട കാര്യമില്ല.
അങ്ങനെ ഒരാഴ്ച എല്ലാ ദിവസവും ഇതിനെക്കുറിച്ച് ഡിസൈഡ് ചെയ്യാണ്ട് നമ്മൾ എപ്പോഴാണോ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ഒക്കെ ചെയ്യുന്നത്, ചിലർ തേഴ്സ്ഡേ ചെയ്യാറുണ്ട്, ചിലർ സാറ്റർഡേ ചെയ്യാറുണ്ട്, വാട്ട് എവർ വർക്ക്സ് ഫോർ us. അങ്ങനെ നമ്മൾ എടുത്തു വെക്കാം സാധനങ്ങൾ, പ്ലാൻ ചെയ്ത് എല്ലാം ഒന്ന് ഓരോരോ പ്ലാനിങ്ങിൽ. ആദ്യത്തെ കാലത്തൊക്കെ നമ്മൾ എഴുതി വെക്കുന്നത് നല്ലതായിരിക്കും. കുറെ കാലം കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി വരും. പക്ഷെ നമുക്കുണ്ടല്ലോ പ്രധാനപ്പെട്ട നമ്മൾ ഈ ബേസിക് കാര്യങ്ങൾ, ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം എന്നതിനേക്കാളും ബിയോണ്ട് നമുക്ക് ഡിസിഷൻ മേക്കിംഗ് ചെയ്യേണ്ട ഒരു തരത്തിലുള്ള ജോലിയോ ലൈഫ് സിറ്റുവേഷനോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊരു ട്രിവിയൽ കാര്യം നമ്മുടെ തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ചും കൂടെ കോഗ്നിറ്റീവ്ലി നമ്മളുടെ എന്താ പറയാ, നമ്മുടെ ആ ഒരു ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വെക്കാം. അപ്പൊ ഒരു പേപ്പറിൽ എഴുതിയത്, അപ്പൊ നമ്മുടെ കോഗ്നിറ്റീവ് ലോഡ് തലയിൽ ഇപ്പൊ നാളെ എന്തുണ്ടാക്കും, നാളെ നിനക്ക് സാധനമുണ്ട്, എല്ലാ ഇൻഗ്രീഡിയൻസ് ഉണ്ടോ, ഇതൊന്നും എല്ലാ ദിവസവും ചിന്തിക്കാണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഇത് തിങ്ക് ചെയ്ത് എഴുതി വെച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്ത്. കാരണം എന്ന് വെച്ചാൽ നമ്മള് എന്തൊക്കെ സാമ്പാർ, അവിയല്, പാസ്ത എന്നൊക്കെ മാത്രം എഴുതിയാൽ പോരാ. ചിലപ്പം പാസ്തയ്ക്ക് പാസ്ത ഉണ്ടാവും, പക്ഷെ അതിനുള്ള സോസിനുള്ള ഐറ്റംസ് ഉണ്ടാവില്ല, അതല്ലെങ്കിൽ ചീസ് ഉണ്ടാവില്ല. അപ്പം ഒരു സാധനം നോക്കി ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡിയാണെന്ന് നോക്കുക. അപ്പൊ ഒത്തിരി കട്ട് ചെയ്തും ഒന്നും വെക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഇൻഗ്രീഡിയൻറ്റ് പ്രിപ്പറേഷൻ എല്ലാം മേക്ക് ഷുവർ ചെയ്ത് അടുപ്പിച്ച് വെക്കുക എന്നുള്ളത്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് ഒരു കോഡ് ഇതിപ്പോൾ എക്സാമ്പിൾ യൂണിഫോം കോഡ് പോലെ ഒരു കോഡ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത് നമുക്ക് ഹെൽപ്പ് ചെയ്യും കേട്ടോ. പിന്നെ അതായത് വസ്ത്രധാരണത്തിൽ നമ്മൾ വീട്ടിലുള്ള ഇടാൻ ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ അതൊരു സ്ഥലത്താക്കി വെക്കുക. കാഷ്വൽ ആയിട്ട് എവിടെയെങ്കിലും പോകുമ്പോഴത്തേനും നമ്മൾ ഇടാൻ പോകുന്നത് അതൊരു കോഡ് നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് അടുത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വർക്കിന് പോകുമ്പം എല്ലാ ദിവസവും ഒരേ ഇടുക എന്നുള്ളത് മാത്രമല്ല യൂണിഫോമിന്റെ അർത്ഥം. നമുക്കൊരു സ്റ്റൈൽ ഓഫ് ഡൂയിങ് ഉണ്ടല്ലോ, അത് ഒരു കോഡാക്കി വെക്കാം. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും ഡിസിഷൻ മേക്കിങ്ങിൽ ഭയങ്കര പ്രശ്നം വരില്ല. അപ്പൊ ഞാൻ എങ്ങനെയാന്ന് വെച്ചാൽ സമ്മറിൽ സമ്മർ ഇപ്പൊ ഈ ഫോളിന്റെ ബിഗിനിങ്ങിലൊക്കെ ഡ്രസ്സി ആയിട്ടുള്ള ഔട്ട്ഫിറ്റുകൾ, ഇതുപോലത്തെ ബ്ലൗസുകളും, അപ്പൊ അതിന് ബ്ലേസേഴ്സ് ഇടണം എന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ ഉടുപ്പുകൾ, നമ്മുടെ ഫ്രോക്ക്, ഡ്രസ് എന്ന് പറയത്തില്ലേ, ഡ്രസ്സുകളായിട്ടുള്ളത് ഇടാന്ന് വിചാരിക്കും. വിന്റർ തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന് മേളിൽ ബ്ലേസർ അല്ലെങ്കിൽ ഒരു ജാക്കർ, തണുപ്പുണ്ടാവും. അപ്പൊ ഒരു നമ്മൾ കോട്ട് ബ്ലേസർ ഉണ്ടല്ലോ, ആ ബ്ലേസർ ഇടാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കോഡ്. അങ്ങനെ ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന കോഡാണ് കേട്ടോ. അവരവർക്ക് സ്യൂട്ടബിൾ ആയിട്ട് സാരി ബ്ലൗസ് ആണ് എടുക്കുന്നത്, ചുരിദാറാണ് ഇടുന്നത്, ചുരിദാർ ഇടുന്ന ദിവസങ്ങൾ ഏതാണ്, സാരി എടുക്കുന്ന ദിവസങ്ങൾ ഏതാണെന്നൊക്കെ പറഞ്ഞ അതുപോലെ തന്നെ നമ്മളൊരു കോഡ് ഉണ്ടാക്കി വെക്കുക ഇന്ന സമയങ്ങൾക്ക്. അപ്പൊ പിന്നെ നമുക്ക് ഡെയിലി ഈ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടേണ്ടി വരില്ല. ഇങ്ങനെ വളരെ ബ്രോഡായിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ ഞാൻ എൻ്റെ ടൈമും കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ചു പേർക്ക് കുറച്ചെങ്കിലും ഐഡിയാസ് തന്നിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നിങ്ങൾ കമന്റിൽ പറഞ്ഞ നിങ്ങൾ എന്തൊക്കെയാണ് ബ്രോഡായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ സമയമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാമെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാനഡയിൽ സെറ്റിലായിട്ടുള്ളൊരു മലയാളി ഫാമിലിയാണ്. ഞാനൊരു നേഴ്സാണ്, ഇപ്പോൾ നേഴ്സിംഗ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ഒരു വെറ്റിനറി ഡോക്ടറാണ്. 10ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കുന്ന 2 പിള്ളേരൊക്കെ ആയിട്ട് നമ്മളിങ്ങനെ ശാന്തമായിട്ട് ജീവിച്ചു പോകുന്നൊരു ഫാമിലിയാണ്. അപ്പം നമ്മുടെ വീഡിയോയിൽ മെയിൻലി റുട്ടീൻ വീഡിയോസ്, ക്ലീനിങ്, വർക്കിംഗ് മദേഴ്സിനായിട്ട് അങ്ങനത്തെ ആ ഒരു ടൈപ്പ് ലൈഫ് സ്റ്റൈൽ വീഡിയോസാണ്. അങ്ങനത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. അടുത്ത വീഡിയോ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.